പ്ലേസ് വെൽക്കം ബാക്ക് ടു ലെവൽ ഡെവൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വീണ്ടും ലെവൽ ഡെവലാണ് കളിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ന് നമ്മൾ ലെവൽ ഡെവൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, നമ്മൾ നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 500 ലൈക്സ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മുടെ അണ്ണന്മാർ എന്ത് ചെയ്തു വെച്ചിരിക്കണേ നോക്കാം ഗൈസ്. ഇതെങ്ങനെയാ ചാടാൻ പറ്റുന്നില്ല? ചാടണോ നമ്മൾ? എയറിൽ പോകണം. എയറിൽ പോയിട്ട് നമ്മൾ നിൽക്കും. ഓക്കെ ഓക്കെ, കളി മനസ്സിലായി. സെറ്റ്. അപ്പം നമുക്ക് ഇങ്ങനെ എയറിൽ പോയിട്ട് അത് ഇച്ചിരി ഉടായ്പ പരിപാടിയായിരുന്നു. എന്നാലും ഏറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ട്രാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ഏറ്റില്ല. നമുക്കൊക്കെ ഇത് ഈസി പീസി ഗൈസ്. ഇതൊക്കെ ഈസി. ഇനി നമുക്ക് അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഒറ്റച്ചാട്ട ഒത്തൊത്തൊത്തൊത്ത്. യെസ്, ലെറ്റ്സ് ഗോ ഗായ്സ്. നിങ്ങൾ കുറേ പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാറില്ല, അതുകൊണ്ട് ഡു ലൈക്ക്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റും ഇടാവുന്നതാണ്. എന്ത് പറഞ്ഞാലും ഞാനത് ആ ഗെയിം കളിച്ചിരിക്കും ഗായ്സ്. അപ്പോൾ ഡു കമൻറ്റ് ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട്, ഇതിൽ 3/4 ആൾക്കാരും നോട്ട് സബ്സ്ക്രൈബ് ഗായ്സ്. അപ്പോൾ ഡു സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കുമാണ് എൻ്റെ ഈ ഗെയിമിൻ്റെ വിജയം ഗായ്സ്. കണ്ടില്ലേ ഗായ്സ്, നിങ്ങൾ ലൈക്ക് അടിക്കൂ, എന്നാൽ ഞാൻ ജയിക്കും ഗായ്സ്. അപ്പം നമുക്കിനി ഇങ്ങനെ പോയിട്ട് ഓക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി ഗൈസ്. പക്ഷേ ഇത് ലാസ്റ്റ് ലെവലൊക്കെ ആവാനായി ഗൈസ്. ഇത് അത്ര സീൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയ്ക്ക് സീനില്ല ഗൈസ്. ഇതൊക്കെ സിമ്പിളാണ്. നമ്മൾ ഈസി ആയിട്ടാണ് നമ്മൾ പോകണം. അത്രയ്ക്ക് ടഫൊന്നുമില്ല ഒരു ലെവൽ ഡെവൽ. ആകെ ടഫായിട്ട് വന്നത് എനിക്ക് മറ്റേ പാർട്ട് 2 ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഈസി ഗൈസ്, ഈസി. അപ്പം നമുക്കാണ് താഴെ വെച്ച് കാണാം കേട്ടോ ഗൈസ്. താഴെ പോണടാ. ഇതെന്തുവാടെ എയർ പോലെ പോണില്ല. ഓക്കെ. അത് കള്ളത്തരമായിരുന്നു. എന്ത് ഉടായ്പ പരിപാടി, അത് എൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ ഗായ്സ്. അല്ല ഗായ്സ്, നിങ്ങളുടെ അടുത്തല്ല, ഇതെൻ്റെ അടുത്ത്. ഇത് കളിച്ചാൽ നമ്മളെ കൺട്രോൾ മൊത്തം പോവും. എൻ്റെ ഗായ്സ്, എൻ്റെ പൊന്നോ പറഞ്ഞു എനിക്ക് ഭംഗിയ വേണോ ഗായ്സ്. ഞാനിത് ഓക്കെ സെറ്റ്. ഉടനെ മാറ്റിയേ പറ്റൂ അവിടെ. ഇതിപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങിപ്പോവാം. ഓക്കെ സെറ്റ് ഗൈസ്. ഈ ലെവലിൽ നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തു. നമ്മൾ ഇവിടെ എത്താനായി ഗായ്സ്. ഈ പ്രാവശ്യം 4 പേര്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ചാടി അതെന്ത് കള്ളക്കളിയാ. നമ്മൾ ഔട്ടാകത്തില്ല ഗൈസ്, ഔട്ടാവത്തില്ല. ഇപ്പം എനിക്ക് ട്രിക്കൊക്കെ മനസ്സിലായി. ഇവിടെ വല്ലതും രക്ഷപ്പെട്ട് ഗൈസ്. ഞാൻ കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. ഇനി വല്ലതും വയ്ക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഉണ്ടായിരുന്നു അവിടെ അവന്മാർ കൊണ്ട് വെച്ചിരുന്നു. എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഈ ഗെയിം ഭയങ്കര സാധനമാണ് ഈ ഗെയിം. ഇവിടെ ഇതിങ്ങനെയാണ്. നമ്മൾ ഒരേപോലെ ചാടണമെന്ന് തോന്നുന്നു ഗൈസ്. ഇത് സീനുണ്ട്. ഇത് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ചാടാൻ പാടില്ല ഗൈസ്. കറക്റ്റ്. ഓക്കെ സെറ്റ് ഗൈസ്. അതുകൊള്ള ഗൈസ്. പൊന്നോ, ജസ്റ്റ് മിസ് ഗൈസ്. ഒരാൾക്ക് കയറാൻ പറ്റും കേട്ടോ. ഇതെങ്ങനെയാ? ഇതാ പൊട്ടി അവിടെ വച്ചിരുന്ന സാധനം. ഇനി ഇവിടെ ചാടി അടുത്ത് ഇവിടെ ചാടറാ. ഓക്കെ സെറ്റ്. ചാടറാ. പോടാ. പോയിടാ മോനെ, പോയി. സാധനം എൻ്റെ മുമ്പേ കയറിപ്പോയി ഗൈസ്. ഇനി ഞാൻ കുറച്ച് സ്പീഡിൽ കളിക്കാൻ പോവാ ഗൈസ്. ഇപ്പോൾ ശരിയാക്കി തരാം. ഓക്കെ സെറ്റ്. പെട്ടെന്ന് യെസ്. പവർ ഗൈസ്. അത് നമ്മൾ ഫിനിഷ് ചെയ്തു. അയ്യോ, ഇതിനി ഇതെങ്ങനെ നമ്മളെ ഫിനിഷ് ചെയ്യാൻ ഒറ്റയടിക്ക്? ഇവിടെ ചാടി ഇങ്ങനെ പയ്യെ കോൺസെൻട്രേഷൻ ചെയ്ത് ചാടിയാൽ മതി ഗൈസ്. അപ്പം വലിയ സീനില്ല ഗൈസ്.
ഇപ്പം നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇവിടെ എന്തെങ്കിലും കാണും. എനിക്ക് തോന്നിയായിരുന്നു ഞാൻ ചാടാൻ വിട്ടുപോയി ഗായ്സ്. അവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് കളി മനസ്സില്ല എന്ന് ചോദിച്ചാൽ ആയി, പക്ഷേ ആയില്ലെന്ന് ചോദിച്ചാൽ ആയില്ല ഗായ്സ്. ഗായ്സ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. യാ അവച്ചി ഇപ്പം എനിക്കറിയാവുന്നുണ്ട്. എൻ്റെ പൊന്നോ ഒടുക്കാത്ത സ്പീഡ്. ഓ ഗായ്സ് ഞാൻ ചാടിയത് നന്നായി. കറക്റ്റ് ടൈമിങ് റിഫ്ലക്സ് ആക്ഷൻ സംഭവിച്ചതായിരുന്നു അവിടെ. പക്ഷെ ഇവിടെ ഇങ്ങും വെച്ചില്ല, അവിടെ കൊണ്ടുവച്ച്. ഇനി നമുക്ക് ഇങ്ങനെ പോയിട്ട് ഓ അത് കൊള്ളാം. അത് സൂപ്പറായിട്ട്. ഓൻ്റെ പൊന്നോ ഞാൻ 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ പെട്ടുപോയാനെ ഗൈസ്. എന്തായാലും സീനില്ല. നമ്മൾ ഇതെങ്ങനെയാ ചാടാൻ തന്നെയായിരുന്നു ഗൈസ്. ഞാൻ ടൈമിങ് തെറ്റിപ്പോയി. ഇവിടെ ചാടി. ഓ കള്ളക്കളി, ചീറ്റിങ്. എന്നെക്കാളും ഉടായിപ്പാടാ ഈ ഗെയിം. ഞാൻ വലിയ ബുദ്ധി കാണിക്കുമ്പോൾ ഈ ഗെയിം അതിനേക്കാളും വലിയ ബുദ്ധി കാണിക്കും. കണ്ടോ ഗൈസ്. ഓൻ്റെ പൊന്നോ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തില്ലെങ്കിലേ പണി വാളും ഗൈസ്. ഓ ഇവിടെ എങ്ങനെ? ഇത് സിമ്പിളായിട്ട് കഴിയാൻ പറ്റൂല. ഇവിടം വരെ ഒരു പ്രശ്നവും ഇല്ലാതെ പോവാണ് ഗായ്സ്. അയ്യോ ലാസ്റ്റ് സെക്കൻഡ് വരുമായിരുന്നു. അയ്യോ ഞാൻ ഫൈനലി കൊണ്ട് പൊട്ടിച്ച് ഗായ്സ്. എൻ്റെ പൊന്നോ ഇത് ഞാൻ ഫിനിഷ് ചെയ്യാൻ എത്ര സമയം എടുക്കും? എൻ്റെ പൊന്നു ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ എൻ്റെ പൊന്നു ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യ ഗൈസ്. എന്തായാലും ഇപ്പം മറ്റേ 2 സാധനം വരും. ഓക്കെ ഇനിയാണ് നമ്മുടെ ഹീറോ വരുന്നത്. കണ്ടില്ലേ ഗൈസ് നമ്മൾ ഡോറ് പൊളിച്ചു. അല്ല ഡോറിൻ്റെ അകത്ത് ഇവിടെ എന്തുവാ? ഓക്കെ അവിടെ ഒരു സ്വിച്ച് വന്നായിരുന്നു. ഓഹോ വീണ്ടും തെറ്റിയോ? ഓക്കെ സെറ്റ്. സ്വിച്ച് ട്രാപ്പായിരുന്നു ഗായ്സ്. ഓക്കെ അതവിടം വരെ വരുമായിരുന്നു. നമ്മളിത് ഓർത്ത് വയ്ക്കണം ഗായ്സ്. ഈ സ്റ്റേജ് ഒടുക്കത്തെ പാടായി. ഈ സ്റ്റേജ് ഒടുക്കത്തെ പാടാ. എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ലാസ്റ്റ് എല്ലാം പോയി. സെറ്റായോ ഗൈസ്? സെറ്റ്. ആ സ്വിച്ച് കള്ളമല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഉടനെ അതും കൊണ്ട് അമർത്തി കൊടുത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു ആ സ്വിച്ച് ട്രാപ്പ്. ഇവിടെ എന്തോ എനിക്ക് ചാടാൻ പറ്റണ്ടേ. ഓ ഇങ്ങനെയായിരുന്നു. മൈ മിസ്റ്റേക്ക് ഗൈസ്, മൈ മിസ്റ്റേക്ക്. ഇത് സിമ്പിൾ ലെവല്. ഓ ഞാൻ പോയി വിചാരിച്ചു. ഓ സ്പീഡ് കൂട്ട്. എനിക്ക് വയ്യ. ഓക്കെ സെറ്റ്. ഡോറ്. ഓ ഡോറിൻ്റെ അവിടെ ഉടനെ വന്ന്. ഈ സ്റ്റേജും കൂടി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവിടത്തെ ഈ സ്റ്റേജ് ഭയങ്കര പാടാണ്. അതിൻ്റെ ലെവലും ഭയങ്കര പാടായിരുന്നു. ഇത് പ്രതീക്ഷിക്കാതെ വന്ന് ഒറ്റ അടിയാ ഗൈസ്. നോക്കിക്കോണം അതിപ്പോൾ ഓടി വരും. ഓ അല്ല ഇവിടെ ആയിരുന്നു. ഇവിടെ മറ്റേ ഞാൻ നേരത്തെ പോയത്. എന്തായാലും കൊള്ളാമായിരുന്നു. അത് കണ്ടോ ഞാൻ ഇവിടെ ചാടിയിരുന്നെങ്കിൽ പെട്ടേനാ ഗൈസ്. ചാടാത്ത വലിയ കാര്യമായി. ഇവിടെ എന്തെങ്കിലും ഇല്ലായിരുന്നു ഗൈസ്. അത് ഒരു ട്രാപ്പ് അവിടെ വച്ചിട്ടില്ലായിരുന്നു. അത് കള്ളത്തരമായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചാടിയിരുന്നെങ്കിൽ നമ്മൾ മേലോട്ട് പോയേനെ. എന്തായാലും ഇനി മൊത്തത്തിൽ 5 ലെവലേ ഉള്ളൂ ഗൈസ്. നമ്മൾ റോഡ് ടു ഫൈനൽ ബോസ് ലെവലിലോട്ട് പോവും ഗൈസ്. അപ്പോൾ ഹിയർ വി ഗോ. ഇനി ഈ ലെവല് നമ്മൾ അതിസാഹസ്യമായി രക്ഷപ്പെട്ടു. പിന്നെ ഇതെങ്ങനെ രക്ഷപ്പെടണം? ഇതിനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. പോയി ഗായ്സ് പോയി. അവൻ ചാടാനും പറ്റുന്നില്ല. ഇപ്പം വരും മുള്ള് വന്ന് അടി പോവും. ഇതെന്നെ നീക്കിക്കൊണ്ട് പോകാൻ പറ്റൂലെന്നാണ് ഗായ്സ് ഞാൻ വിചാരിച്ചത്. ഓക്കെ ഇവിടം വരെ വളരെ സെറ്റാണ് ഗായ്സ്.
ഓ കറക്റ്റ് ടൈമിങ് ഗൈസ്. ആ സ്വിച്ച് എന്തെങ്കിലും ട്രാപ്പായിരിക്കും, അതാ ഗൈസ് ഞാൻ ആ സ്വിച്ച് ഞെക്കാത്ത. ഞാൻ ഇതിനെയും കൊണ്ട് അയ്യോ ഉണ്ടോ അതിൻ്റെ സ്പീഡ് കണ്ടോ ഗൈസ് അങ്ങനെ തള്ളിക്കൊണ്ട് പോയപ്പം. ഓ അയ്യോ ഞാൻ അതിനവിടെ തള്ളി വെച്ച് കൊടുത്തു ഗൈസ്. അത് വലിയ സീനില്ലെന്നാണ് തോന്നുന്നത്. അത് അവിടത്തെ സ്വിച്ച് നോക്കി ഇങ്ങനെ സംഭവിക്കായിരുന്നാ? ഇത് ഞാൻ എങ്ങനെയാടാ ഫിനിഷ് ചെയ്യണം? ഇതോടെ ചാടി അവന്താ അവിടെ വന്ന് വീണ്ടും ഡാടാ പോയി പോയി പോയി. ഇത് എന്താ ചെയ്യും ഗൈസ്? ഞാൻ ഇവനെ ഉണ്ടല്ലോ ഇങ്ങോട്ട് തള്ളി നീക്കാൻ പോവാ ഗൈസ്. ഞാൻ അത് ഞെക്കും ഇവനെ നീക്കും പക്ഷെ ടൈം കണ്ടാ ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കും. അവൻ എന്താ വീണ്ടും പകുതി എത്തി. അയ്യോ ഞാൻ അവിടെ ജസ്റ്റ് നിറച്ച പോവല്ലേ. നിന്നെ പൂട്ടിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ നിന്നെ ആദ്യം ഞാൻ പൂട്ടിയിട്ടാ കൊച്ചു ചേർക്കാം. അവിടെ പറയും പോലെ കേട്ടോണം കേട്ടോ. അവിടെ നിന്നോണം. അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ടയർ വണ്ടി? അവിടെ നിൽക്കടാ ഡാ പോവല്ലേടാ മോനെ. ഓക്കെ ഇപ്പടെ സെറ്റാന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം സെറ്റാന്ന് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ആ സ്വിച്ചും കൂടി ഞെക്കിയിട്ട് പെട്ടെന്ന് താഴെ സ്വിച്ച് അത് ട്രാപ്പായിരുന്നു ഗൈസ്. അപ്പം ആ സ്വിച്ച് ട്രാപ്പായിരുന്നു. ഞാൻ കറക്റ്റ് ടൈമിലാണ് കണ്ടത്. ഇത് എങ്ങനെ ഓയ്യോ ഇത് ചാടി പോകേണ്ട ലെവലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഗൈസ്. ഞാൻ അയ്യോ ചാടി ജയിച്ചു ഗൈസ്. ചാടി ജയിച്ചു. ഇതെന്തുവാ ഇവനെ നീക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം എൻ്റെ മണ്ടയിൽ കയറി ഓരോ സ്വിച്ച് ഇത് അമർത്തമ്പല് ഇവൻ വലുതായിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് സിമ്പിൾ ലെവൽ ഗൈസ്. സിമ്പിൾ മാറി ഗൈസ്. ഇടയ്ക്ക് നിങ്ങൾ കണ്ടായിരുന്നോ? ചാടിയായിരുന്നു അവൻ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തി ഗൈസ്. നല്ല വലുതാവുമോ ഗൈസ്? എനിക്കറിയത്തില്ല, എന്തായാലും നോക്കട്ടെ. ഇപ്പം നമ്മുടെ ടയർ വണ്ടി വലുതായല്ലോ, ബസ്സിൻ്റെ അത്രയായി. അയ്യോ ഞാൻ അവിടെ ചാടി മറന്നുപോയി ഗൈസ് സംസാരിച്ച്. നമ്മളും വലുതാണ്. രക്ഷപ്പെട്ട് ഗൈസ്. നമ്മൾ എങ്ങനെയോ ജയിച്ചു. ഇതെങ്ങനെ അല്ലാതെ നമ്മൾ ഇടിച്ച് തള്ളിയിട്ട് അപ്പം നമ്മളിതിനെങ്ങനെ നീക്കണേ? എനിക്കറിയത്തില്ല. നമ്മളിവിടെ ഞാൻ ഒളിച്ചിരുന്നാൽ മതിയോ? നോക്കട്ടെ, ഇവിടെ ഒളിച്ചിരുന്നാൽ മതിയോ എന്ന്. എന്നെ അടിച്ച് പൊളിക്കുന്നേ. അത് പൊങ്ങുമായിരുന്നു. ആ കരടിക്കുട്ടി വണ്ടിക്കാള വന്നടാ വണ്ടി. ഞാൻ 2 സൗണ്ടിൽ ചിരിച്ചത് എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് എൻ്റെ ഒരു കഴിവുണ്ട്. ഇതെങ്ങനെ ഞാൻ ചാടാൻ പാതും ഇത് ചീറ്റിങ്. എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങ് വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചാടണമെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടില്ലേ ഇങ്ങനെയാ കളിയും തോന്നുന്നു ഗൈസ്. നോക്കട്ടെ. അയ്യോ അവനും പൊങ്ങി വന്ന് ഗൈസ്. അവൻ ഞാൻ എങ്ങനെ ഫിനിഷ് ചെയ്യും? നിങ്ങൾ പറ, ഞാൻ എങ്ങനെ ഫിനിഷ് ചെയ്യും? എന്താ ഇവൻ കണ്ട ചാടി വരുക. ഞാൻ ഒന്നും കൂടി നോക്കട്ടെ ഗൈസ് ഇവിടം വെച്ചെന്ന്. സെറ്റ് എൻ്റെ പൊന്നോ, ഇവൻ വലിയ സീനുണ്ട്. അവിടെ ലാസ്റ്റ് കണ്ട് വെച്ച് കൊളമാക്കി. ഇനി അവനെ വീണ്ടും ഞാൻ മാനേജ് ചെയ്യണമല്ലോടാ. കൊച്ചുമോനെ നീ ഉണ്ടല്ലോ, നമ്മൾ സുഹൃത്തുക്കളല്ലേടാ. എന്തായാലും നോക്കട്ടെ ഗൈസ്. അവിടെ നിന്ന് ഒരു സാധനം വന്നിരുന്നു. ഇതെങ്ങനെയാ? ഇതിപ്പോൾ വരണില്ലല്ലോ. ഇവനെ നീക്കാൻ പറ്റുമായിരുന്നു. അത് ട്രാപ്പല്ലായിരുന്നു ഗൈസ്. ഇവൻ മാത്രമേ ഉള്ളൂ ഇത്. ഓക്കെ സെറ്റ് ഗൈസ്. ഓക്കെ ഇനി നെക്സ്റ്റ്. ഇനി 4 ലെവലും കൂടി മാത്രം. ഇതെങ്ങനെയാടേ? ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു എയറിൽ. ഓക്കെ മനസ്സിലായി. ഇത് ഞാൻ കൺട്രോൾ ചെയ്യും പോലെ അല്ല ഗൈസ് ഇത് പോണത്. ഇത് തോന്നിയ വഴിയൊക്കെ കൂടി ഇത് പോണേ. എൻ്റെ പൊന്നോ ഇത് നമ്മൾ താഴോട്ട് എവിടെ ചെല്ലാനാ ഗൈസ്? തെറ്റി ഗൈസ് വഴി. അപ്പുറത്തും കൂടിയായിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, കുഴപ്പമുള്ള വഴി കൂടി ഞാൻ പോകത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. ഈ ലെവലിൻ്റെ എല്ലാ വീഡിയോയും കണ്ടവർക്ക് മനസ്സിലാവും. ഇതിൻ്റെ പ്ലേ ലിസ്റ്റിലുണ്ട്. എൻ്റെ പൊന്നോ ഇപ്പം ഞാൻ ചെന്ന് ഇടിച്ചേനെ. എന്തായാലും ഇവിടം വരെ അത്ര കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന്
ഇവിടെ ചാടി ഇടയ്ക്ക് ഈ ഗെയിം ഗ്ലിച്ചുണ്ട് ഗൈസ്. ഇടയ്ക്ക് സ്റ്റക്കാവില്ല. ഹീറോ കണ്ടോ ഗെയിം ഇടയ്ക്ക് സ്റ്റക്കാവലുണ്ട് ഗൈസ്. കണ്ടോ സ്റ്റക്കാവലുണ്ട്. എൻ്റെ കുഴപ്പമുണ്ട് ഗൈസ്. ഇപ്പം ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ കുറേ നേരം കൊണ്ട് കളിക്കുമോ ഈ ഗെയിം. ഞാൻ എത്ര തവണ പരീക്ഷിച്ചിട്ടാ ഇപ്പം ഞാൻ കളിക്കണേ. ഇതെന്നിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുക ഗൈസ്. ആ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മണ്ടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നും കൂടി ഞാൻ നോക്കട്ടെ. ഇപ്പോൾ സെറ്റാന്ന് തോന്നുന്നു ഗൈസ്. അതോ ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇത് എത്ര നേരമായി എന്നെ ഇട്ട് പറ്റിച്ചോണ്ടിരിക്കും ഇവര്. എന്നെ ഔട്ടാക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഇപ്പം തന്നെ 3-4 തവണയായി തോന്നുന്നു ഗൈസ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നോക്കട്ടെ. ഓ ഫിനിഷ് ചെയ്ത്. എനിക്കൊന്ന് കറക്റ്റ് അവിടെ വിഴാത്തോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും കുറച്ച് സീനില്ല. എന്തായാലും നമുക്ക് ഈ ലെവലിന് ഇവിടെ ഇതുവരെ ഒരു സീനും ഇല്ല ഗൈസ്. എന്തായാലും ഇതുവരെ ഇവിടെ അത് സൂപ്പർ പ്ലാൻ ആയിരുന്നു. ഞാൻ അവിടെ അടുത്തെത്തിയപ്പം എന്തായാലും ഈ പ്രാവശ്യം ഇങ്ങനെ നിന്ന് കളിച്ചു ഗൈസ്. ഓ അവിടെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നത് ശരിയായി. യെസ് ബ്രോ, യെസ് ഗൈസ്, യെസ് നമ്മളത് ഫിനിഷ് ചെയ്തു. ഇതെന്തുവാടെ ഇതിന് അവസാനമില്ലേ? ഞാൻ നഗരത്തിലോട്ട് പോവാൻ തോന്നുന്നു ഗൈസ്. എൻ്റെ പൊന്നു ഇതെത്ര എന്താ അനാക്കോണ്ട് ഒരു വായിൽ ചെന്നാ ഞാൻ. ഇതെന്തോടെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം മുള്ളുകൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ചീറ്റിക്കരുത്. ഇതിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ ശരിയായ ഡോർ ഏതെന്ന്? ഞാൻ ഇപ്പം അപ്പുറത്തെ അവസാനമല്ലേ ചെന്ന്. ഈ പ്രാവശ്യം നമുക്ക് ആദ്യത്തെ ഡോർ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് നടുക്കെളുത്താൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഗൈസ്. എനിക്ക് തോന്നി ഈ സ്റ്റേജ് ഞാൻ ഇത് ഫിനിഷ് ചെയ്യാൻ കുറേ സമയം എടുത്തില്ല ഗൈസ്. ഫസ്റ്റ് ഡോർ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എപ്പോൾ നോക്കിയാലും ഉള്ള പണി വാങ്ങിച്ചു വയ്ക്കും ഗൈസ്. ഇതിപ്പോൾ എന്താ പോവാത്തെ? ഭയങ്കര കൊള്ളക്കളിയാ ഗൈസ് ഇത്. എന്തായാലും ഇതിലേ പോയി നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നി അവിടെ എന്തെങ്കിലും കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിലേ പോയത്. ഇവിടെ ഒരു സീനും ഇല്ല. ഇവിടെയും ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പം. ഉടനെ അതെന്ത് ഞാൻ കയറിക്കൊണ്ടിരിക്കുവല്ലേ? എന്തു ഇത് ഇവര്? ഞാൻ കയറിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? ഇതൊക്കെ ചീറ്റിങ്ങാ. എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചീറ്റിങ്ങാ. ഇപ്പം എനിക്ക് മനസ്സിലായി. ഒരറ്റം പറ്റി പോവാ. ഒരു സൂചന തരായിരുന്നു. ഒരു സൂചന തരായിരുന്നു അവിടെ പണിയുണ്ടെന്ന്. എന്നാൽ ഞാൻ അതിലേ പോവാതെ ഇപ്പുറത്തുകൂടി പോയേനെ ഗൈസ്. എന്തായാലും കുഴപ്പമുള്ള നമുക്ക് ഇതിലേക്ക് പോയി നോക്കാം. രണ്ട് തവണയാ ഞാൻ അവിടെ ഫൈനൽ ലെവൽ വരെ എത്തിയിട്ട് ഒന്നും അല്ലാതെ പോന്ന. ഞാൻ വീണ്ടും പോയി ഉള്ള പണി ഇനി ഞാൻ സീരിയസാ ഗൈസ്. ഇനി ഇതിൽ ഞാൻ തോറ്റാ ഞങ്ങൾക്കറിയാലോ ഞാൻ എന്തോ ചെയ്യണേന്ന്. ഞാൻ ഈ ഗെയിം കളിക്കൂല ഗൈസ്. എന്നെ ഇത് കളിപ്പിക്കും ഗൈസ്. വീണ്ടും ഞാൻ ജയിച്ചു ഈ ലെവല്. ഇനി 3 കൂടിയേ ഉള്ളൂ. ഇനി സ്പീഡപ്പ് ആവണം. സ്പീഡപ്പ് ഗൈസ്, സ്പീഡപ്പ്. താഴെ ഒന്നും വയ്ക്കാത്ത ഭാഗ്യം ഗൈസ്. ഇന്നെങ്കിലും നല്ല പ്രവൃത്തി ചെയ്താൽ നന്നായി. നമ്മൾ ഇതേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, സെറ്റ്. ബാലൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ബാലൻസ് പോയി ഗൈസ്. എന്താണ് ഗൈസ് ഒരാൾ ബാറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റണ്ണൗട്ട് ആവുന്നത് എന്തുകൊണ്ട്? ഞാനിങ്ങനെ ഔട്ടായി കണ്ടിരിക്കും. പായസം കുടിച്ച്. പായസം വേണോടാ? എടാ നേരെ ഫിനിഷ് ചെയ്യടാ. പായസം തരാടാ, പാൽ പായസം. ഓക്കെ സെറ്റ്. പാൽ പായസത്തിൽ വീണ് ഗൈസ്. എടാ ഈ പ്രാവശ്യം നിനക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചു തരാം. കറക്റ്റ്. പൊന്നോ ഇതെന്തുവാണ് ഉണ്ട എടുത്തോണ്ടിരിക്കുന്നത്? മറ്റേ പൊന്നോനെ
തീർത്താൻ തടാ, നിനക്ക് ബിരിയാണി വേണ്ടേ? എന്നാൽ നിനക്ക് പാൽപ്പായസം തന്നെ തരാം. തടാ, പാൽപ്പായസം മാത്രമേ നീ കുടിക്കുള്ളൂ. മര്യാദയ്ക്ക് മാറിക്കടാ, മാറടാ. യാ 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 യാ. ഓ, ഈ ഭാഗത്ത് ആരും വരണില്ല ഗൈസ്. ഞാൻ അപ്പോൾ ഇവിടെ നിൽക്കാം കുറച്ച് നേരം. അവിടെ ഇരുന്ന് ഡോറ് വന്ന പൊന്നോ, ലക്ക് ഒടുക്കത്തൽ. ഇതെങ്ങനെയാടേ? എടാ മര്യാദയ്ക്ക് ഔട്ടാവാതിരിയടാ. നിനക്ക് ഞാൻ പാൽപ്പായസം വാങ്ങിച്ചു തരാം. എന്താ ഇപ്പം പാൽപ്പായസം വേണ്ടി? ഓ വേണോ? ഓ അപ്പം നമ്മൾ ഇത് വരാത്ത സ്ഥലത്ത് സ്പോൺ ആവാത്ത സ്ഥലത്ത് നമുക്ക് നിൽക്കണം ഗൈസ്. ഇവിടെ അധികം സ്പോൺ ആവുന്നില്ല. അപ്പം നമുക്ക് ഈ സൈഡിൽ ഞാൻ അങ്ങ് വലിച്ചുകൊണ്ട് പോയി. അത് എൻ്റെ തെറ്റാ ഗൈസ്, അത് എൻ്റെ തെറ്റായിരുന്നു, എൻ്റെ തെറ്റ്. ഓക്കെ, ഈ സൈഡിലധികം ആരും വരുന്നില്ല ഗൈസ്. ആ ഭാഗത്തായിട്ട് കണ്ട് ഇവിടെ ആയിട്ട് ഉണ്ടോ? നിങ്ങൾ കണ്ടില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്. ഇവിടെ ഡോർ. ഞാൻ അവിടെ നിന്നത് കാര്യമായി. കറക്റ്റ് ഞാൻ ഡോർ എൻ്റെ പൊന്നോ. ഇവിടെ വലിയ സീനില്ല ഗൈസ്, സേഫ് സോണാണ്. എന്നാലും ഞാൻ ഇത് പറത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ അപ്പുറത്തോട്ട് പോണത്? ഇതിനേക്കാളും വലിയ വല്ല കുഴിക്കകത്ത് വീഴാൻ പറഞ്ഞെങ്കിൽ ഇവനെ ഞാൻ കുഴിയിൽ തള്ളിയിട്ടാനെ. ഇതെന്തുവാടേ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒന്നും എല്ലായിടത്തും കൂർപ്പിച്ച് വെച്ചിരിക്കാൻ മുള്ളു പോലെ. ഇത് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ കൊടുക്കാത്ത പാടും. എൻ്റെ പൊന്നോ ഗായ്സ്. ഇത് ഞാൻ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഔട്ടായത് മനഃപൂർവ്വം ഗൈസ്. ഇനി നമുക്ക് ഇത് ഞാൻ മനഃപൂർവ്വം ആയതല്ല ഗൈസ്, അത് അബദ്ധത്തിൽ പോയതാ. ഇനി നമുക്ക് ഇങ്ങനെ പോകും. എനിക്ക് നീ ആരും നമ്മൾ വയ്ക്കുന്ന സ്ഥലത്താണ് ഇത് എടാ ഏറ്റവും മണ്ടേ പോയ പണിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്, എനിക്കൊന്നും പറ്റിയില്ല. ഓക്കെ കൺട്രോൾ മനസ്സിലായി. ഞാൻ സ്വിച്ച് നിൽക്കുക, നമ്മൾ നേരെ സ്ഥലം വിടുക. സ്ഥലം മീൻസ് ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ പോവുക. ഇത് എന്തോട്ട് നിന്ന് കറങ്ങണടാ, നെക്കടാ. ഇതെന്തോടെ സ്പേസ് ഷിപ്പിലല്ല, വായുവിൽ നിൽക്കണ. അത് കുഞ്ഞാക്കി ഉടനെ. എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ അത്രയെങ്കിലും എത്തിയത്. ഉടനെ എന്നെ ഔട്ടാക്കാൻ അവിടെ നിന്ന് ഒരു സാധനം വിട്ടു. അത് കണ്ട് എൻ്റെ കൺട്രോളും പോയി ഗൈസ്. എന്തായാലും ഇപ്പം നമ്മൾ സ്പീഡിൽ വന്ന് ഗൈസ്. ഇപ്പം നമ്മൾ ശകലം പ്രോ ആയി ഗൈസ്. ഇപ്പം ഇത് കളിച്ച് ഇനി നമുക്ക് ഇത് ഞാനുണ്ടല്ലോ. ഇനി ഒന്നി പഴിച്ചാൽ 3 എന്നല്ലേ ഗൈസ്. അപ്പം നമുക്ക് മൂന്നാമതൊന്ന് ക്ഷമയോടെ കാത്തിരിക്കാം. ഇങ്ങനെ വീണ്. ഓക്കെ, ഇവിടം വരെ സെറ്റാണ്. ഓക്കെ, ഇപ്പം കളി മനസ്സിലായി ഗൈസ്. ഓ യെസ്, സ്പീഡ് ഇടയ്ക്ക് കൂട്ടിക്കൊടുത്തത് നന്നായി. മുള്ള. അയ്യോ, ഞാനിപ്പോൾ ഓക്കെ സെറ്റ് ഗൈസ്. ഈസി നമ്മൾ ഫിനിഷ് ചെയ്ത് ഗൈസ്. അല്ല ഇച്ചിരി പാടായിരുന്നു ഗൈസ് ആ ലെവല്. ശരിയല്ല ഇത് ഇനി എന്തോ. നമ്മളിങ്ങനെ ഇതാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ നമ്മൾ കുറച്ചുകൂടി സ്പീഡ് ചെയ്യണമായിരുന്നു തോന്നുന്നു ഗൈസ്. ഓക്കെ ഇവിടം വരെ സെറ്റാണ്. ഇതെന്തുവാ ഇപ്പോൾ? അതിലെല്ലാം പൊളിക്കടാ. നിനക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാം. എടാ പൊളിക്കടാ. അവിടം വരെ എത്തിയിട്ട് നമുക്ക് ലാസ്റ്റ് കുളമാക്കി. എടാ ഇപ്പോഴെങ്കിലും ഒന്ന് പൊളിയടാ. ഇപ്പം അവൻ പ്രോയായി. നമ്മൾ പ്രോയായി ഗൈസ്. നമ്മളിപ്പോൾ പ്രോ പ്ലെയർ ആവുക. പ്രോ പ്ലെയർ മോഡ്. ഇനി നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ പ്രോ പ്ലെയറായി. പ്രോപ്പർ. യെസ് ഗൈസ്. ഉണ്ടോ പോന്നോ. ഇനി 2 ലെവലും കൂടി. ഈ ലെവലോട് ഫിനിഷ് ചെയ്ത അടുത്ത് ബോസിൻ്റെ അടുത്ത് എത്തുക ഗൈസ്. ഇനി നമ്മളത് എന്തോ കൺട്രോൾ ചെയ്യണ്ടേ? നമ്മൾ ഇതാ കൺട്രോൾ ചെയ്യണ്ടേ ഗൈസ്. ഓക്കെ മനസ്സിലായി. ചാട്ടം മാത്രം ആദ്യം നമുക്ക്, ബാക്കി മൊത്തം ഇതാ കൺട്രോൾ ചെയ്യണ്ടേ. ഓക്കെ ഗൈസ് മനസ്സിലായി. ഓക്കെ ഇതായിരുന്നു ഗൈസ്. ഈ സ്വിച്ചിൽ ഞെക്കിയാൽ മാത്രം മതി. ഇത് നമ്മളിനി ഫിനിഷ് ചെയ്യണം. ഇതിനി ഇതെന്തുവാ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട അത്രയ്ക്ക് ഈ ലെവല്. അതാ ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നത്.
എന്തായാലും ഇനി ഇതെന്തുവാടെ എന്നാ ഇതെൻ്റെ പൊന്നോ, ഇതെന്തുവാടെ വിചാരിക്കും പോലെ എടുത്തല്ലേ ഇത് സ്വന്തമായിട്ട് സ്പോൺ ആയിക്കൊണ്ടിരിക്കുക ഗായ്സ്. അവിടെ എന്തെങ്കിലും പണി വരും ഗായ്സ് എനിക്ക്. നോക്കട്ടെ, ചാടി നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പണി വരുമെന്ന്. എനിക്കറിയായിരുന്നു ഗൈസ്. വീണ്ടും പോയി അവിടെ വെച്ച്. ഇവിടെ വെച്ചും പോയി. ഇപ്പം കിട്ടാത്തടത്തൊക്കെ പോവാ ഗൈസ്. ഞാൻ പണി ചോദിച്ചു വാങ്ങിക്കുമോ ഞാൻ ഇപ്പം ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല ഗൈസ്. ഞാൻ വീണ്ടും പ്രോ ആവാൻ പോവാ. ഇല്ല, ഞാൻ അതിന് ട്രയലായിരുന്നു ഗൈസ്. അത് ജസ്റ്റ് ഒരു ട്രയലായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമ്മൾ പവറായ പവറാണ്. പവറായില്ലെങ്കിൽ ഒട്ടും പവറല്ല. നമ്മൾക്കിപ്പോൾ പവറില്ല ഗൈസ്. പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈക്ക് കിട്ടിയാൽ നമുക്ക് സീനില്ല ഗൈസ്. നമ്മൾ പവറാണ്. കണ്ടില്ലേ ഗൈസ്, നിങ്ങളുടെ പവർ ഓഫ് ലൈക്സ് ഞാൻ ഫിനിഷ് ചെയ്ത്. നിങ്ങളെ ലൈക്കിൻ്റെ പവർ ഇതാണ്. എൻ്റെ പൊന്നു, ഇതെന്തുവോ ഇത് ഇങ്ങനെയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്തെത്തിയ ഞാൻ. ഇങ്ങനെ ചാടി പോകണം. ഓക്കെ, സെറ്റ്. ഇതൊക്കെ അങ്ങ് മുമ്പേ പറഞ്ഞാൽ പോരെ. എന്നാൽ ചാടി കഴിഞ്ഞാൽ ഇതൊന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ. ഇതൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഇതെന്താ അങ്ങോട്ട് പോകാത്ത? അവിടെ എന്തെങ്കിലും ശക്തി എടുത്ത് വെച്ചിരിക്കണ? ഞാൻ അങ്ങോട്ട് മാത്രം എത്തുന്നില്ല. ഇതോ അങ്ങ് വരെ എത്തിയിട്ട് ചാടിയില്ലടാ. എന്തായാലും നോക്കട്ടെ ഒന്നും കൂടി. ചാട്. ഇത് എന്തു ചാടടാ. ചാടറാ മോനെ, ചാടറാ. ഓക്കെ, സെറ്റ്. യെസ്, ഒറ്റ ചാട്ടം ചാടിയാൽ മതി, ഡോറിൽ ചെന്നെത്തും. അയ്യോ, അങ്ങോട്ട് ഓവർ ചാട്ടമായി പോയി ഗൈസ്. എന്തായാലും ഞാൻ കയറിയിട്ടുണ്ട്. ആദ്യം ഇച്ചിരി പതറിയെങ്കിൽ ഇപ്പം ശരിയായി. ഈ ലെവൽ അതേപോലെ. ഇതിനു വേണ്ടിയായിരുന്നു ആ സാധനം അവിടെ വെച്ചിരുന്നത്. ഓക്കെ, സെറ്റ് ഗൈസ്, സെറ്റ്. ഇപ്പം നമ്മൾ വലുതാവും ഗൈസ്. ഓക്കെ, ഇനി നമുക്കിനി വേറെ എന്തെങ്കിലും വരുമില്ലേ? ഉണ്ട്. ഇത് മറ്റേ ഓൾഡ് ലെവല്, മറ്റേ ഫസ്റ്റ് പാർട്ടിലെ ആ സംഭവം ഇതിൽ കൊണ്ടുവച്ച് ഗൈസ്. അത് കൊള്ളായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഫസ്റ്റിലെ സാധനം ലാസ്റ്റ് കൊണ്ട് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ഇത്രയല്ലേ ഉള്ളൂ. ഇനി തീരെ കുഞ്ഞ് ഇത് മാത്രം അതിലില്ലായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല ഗൈസ്. ഒരു കടുവിൻ്റെ അത്രയായി നമ്മൾ. ഇനി ഇവിടെ എന്തുവാ ഗൈസ്? ഇതാണെന്ന് തോന്നുന്നു ഇതിലെ ലാസ്റ്റ് ലെവല് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ബോംബ് ഇടുക. നമ്മളൊന്നും ചെയ്യില്ല. പൊട്ടല്ലേ. ഇതെന്തുവാടെ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഇട്ട് വട്ടം കറക്കാനുള്ള പരിപാടി. പക്ഷെ നമുക്കതൊരു പ്രോബ്ലം അല്ല ഗൈസ്. ഹിയർ വി ഗോ. നമ്മൾ ഫൈനൽ ബോസ് ലെവലിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഗെയിം ഫിനിഷ് ചെയ്യാനെത്തി. ഇതെന്തൊരു പരിപാടിയാണ്. അവിടം വരെ എത്തിയിട്ട് എന്നെ താഴെ കുഴിയിൽ ചാടിച്ച്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ചാടി പോവാം ഗൈസ്. ചാടി. ഇവിടെ എന്തെങ്കിലും പരിപാടി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുവരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ മോനി? അവിടെ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും. ഇത് കുഞ്ഞായിക്കൊണ്ടിരിക്കുക. ഇത്രയും നാൾ കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ വർക്കൗട്ട് ആയില്ല ഗൈസ്. നമ്മളെ താഴെ പിടിച്ച് തള്ളിയിട്ട്. ഓക്കെ, സെറ്റ്. കൊടുത്ത ഉടനെ വലുത് വെച്ച്. അത് കൊള്ളായിരുന്നു. ഓക്കെ, ഇനി എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇനി മേലും കീഴും നോക്കാൻ എനിക്കില്ല ഗൈസ്. ഇനി എനിക്ക് എങ്ങും നോക്കാൻ. പക്ഷെ അവിടെ വെച്ച് എന്തെങ്കിലും പരിപാടി വയ്ക്കൂ. അതിൻ്റെ ഇടയിൽ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം എന്നെ ട്രോൾ ചെയ്തല്ലോടാ. ഇനി നമുക്ക് ഗെയിമിനെ ട്രോൾ ചെയ്യാം ഗൈസ്. ഹിയർ വി ഗോ. ഇനി ഗെയിമിനെ ട്രോൾ ചെയ്യാൻ കണ്ടില്ലേ ഗൈസ് എൻ്റെ സ്കില്ല്. എന്നാ പിടിച്ചോ. വാ. ഇനി ആരെങ്കിലും തടയുണ്ടെങ്കിൽ വാടാ. ഞാൻ ഈ പറയണ മൊത്തം ഗെയിമിന് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. എന്നെ ഇട്ട് വട്ടം കറക്കുക. ഇനി സീനില്ല. ഇനി നമ്മൾ പവർ എടുക്കാൻ പോവാണ്. നിങ്ങളുടെ പവർ, നമ്മുടെ ജനങ്ങളുടെ പവർ എടുക്കാൻ പോകുന്നു ഗൈസ്. ഇനി ഞാൻ അങ്ങോട്ട് ചാടൂല, ഇങ്ങോട്ട് ചാടും. ഡോർ ഓപ്പൺ ആവൂ. ഓക്കെ, നമ്മൾ അതങ്ങനെ ഫിനിഷ് ചെയ്തു. ഇനി 4 ലെവലും കൂടി നമുക്ക് ഫൈനലി ഗെയിം ഫിനിഷ് ചെയ്യാൻ വേണ്ട സമയം. ഫൈനൽ 4. അത് കൊള്ളാം. നമുക്ക് ചാടി പോയാൽ മതി. ഇപ്പോൾ ചാടാൻ പറ്റും. ഇത് ഫേക്ക് ആയിരുന്നാ അവിടെ വെച്ചിരുന്നേ.
ഞാൻ മുമ്പേ അങ്ങോട്ട് പോയത് കാര്യമായി. ഇത് ഫേക്ക് ആയിരുന്നു, കുറെ കളിമണ്ണ് പോലത്തെ സാധനം. എൻ്റെ പൊന്നോ, ഞാൻ എന്തോ ഇതിനാ ഞാൻ അങ്ങോട്ട് പോയത്. അത് ട്രാപ്പാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് മാത്രം. ഇത് ഞാൻ അങ്ങനെ മണ്ടയിലോട്ട് എത്തണേ എനിക്കറിയത്തില്ല ഗൈസ്. ഞാനിതെങ്ങനെ മണ്ടയിലോട്ട് എത്തണേന്ന്. ഇതിൽ എടോ അവിടെയും ട്രാപ്പ് കൊണ്ട് വെച്ചിരുന്നു. അല്ല, അവിടെ നിന്നല്ലേ നമ്മൾ നേരത്തെ ചാടിയ ഗൈസ്. അതിൽ നോക്കട്ടെ ഒന്നും കൂടി. ഇത് ചാടി ചാടി ഇത് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകണില്ല ഈ ലെവല്. ഇത് എന്തോ ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല ഗൈസ്. ഇത് ഞാൻ എന്തോ ചെയ്യണ്ടേ? ഇതെന്ത് ഇങ്ങനെ ഇടയ്ക്ക് വായുവിൽ പോവും, പക്ഷേ എനിക്കറിയത്തില്ല ഇതെന്തോ ചെയ്യണ്ടേന്ന്. ഓ, ഹൈറ്റ് കൂടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, പൊളി. ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇതൊക്കെ അങ്ങ് മുമ്പേ അങ്ങ് പറഞ്ഞുകൂടെ? എന്നാ ഓക്കെ, പയ്യെ. ഓ, ഞാൻ വീണ്ടും പോയി ഗൈസ്. ഇത് എനിക്ക് ഒരു മനസ്സിലാവില്ല. ഇതാണ് ഗൈസ് ഏറ്റവും പാടിച്ച ലെവല്. ഈ ഫസ്റ്റ് ഇത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഭാഗത്ത് ഇത്. എന്നിട്ടാണ് ഞാൻ ബാക്കി ഫിനിഷ് ചെയ്യാൻ പോണത്. ഇല്ല ഗൈസ്, ഞാൻ വിട്ടുകൊടുക്കൂല. ഡോറ് നമ്മൾ കണ്ട്. അപ്പം നമ്മൾ ഇനി പവർ എടുക്കേണ്ട സമയം ആയി. ഉടനെ അതാണ് എടുത്ത് തന്നെ പാര പണിഞ്ച് ഗൈസ്. പറവോ എന്നെ വീണ്ടും പണിയുവാ. ഇനി ഞാൻ താഴെ പോകാൻ പാടില്ല. താഴെ പോവൂല ഗൈസ്, താഴെ പോവൂല. ഇപ്പൊ താഴെ പോയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും പെട്ടുപോയനെ ഗൈസ്. പെട്ടുപോയനെന്ന് വെച്ചാൽ ഒടുക്കത്തെ പെട്ടുപോയനെ ഞാൻ. എന്തായാലും നമ്മൾ പയ്യെ ചാടി ഇവിടെ ചാടുമ്പോ ഞാൻ ഇങ്ങനെ മണ്ടത്തരം കാണിക്കും ഗൈസ് എപ്പോഴും. പക്ഷെ അതൊക്കെ ഒരു സ്കില്ല് പോലെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇപ്പുറത്തോട്ട് പോയുള്ളൂ ഗൈസ്. യെസ്, ഇനി ഇങ്ങനെ. നമ്മൾ അവിടെ വന്നിട്ട് ഒറ്റ ചാട്ടം ചാടണം. ഓക്കെ, കളി മനസ്സിലായി ഗൈസ്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും പഴയതുപോലെ അവൻ താമസം ഇങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് നടുക്ക് തന്നെ പോയി. ഒരു ചെറിയൊരു സെക്കൻഡേ നമുക്ക് കിട്ടും, ആ സെക്കൻഡ് നമ്മൾ ചാടണം. ഓക്കെ, എനിക്ക് മനസ്സിലായി ഗൈസ്. ഈ ഗെയിം ഇപ്പം എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക കുറച്ച് നേരം കൊണ്ട്. ഞാൻ ശ്രദ്ധ മാറിയപ്പോൾ ഇനി ശ്രദ്ധ മാറാൻ പാടില്ല ഗൈസ്. കാരണം ഐ ആം ദ അയ്യോ, എന്നെ ഡയലോഗ് പറയാൻ സമ്മതിച്ചില്ല. എന്നെ എടുത്ത് താഴോട്ട് ഇട്ട് ഗൈസ്. എൻ്റെ പൊന്നോ കേട്ടോ, അത് പൊളിയായിരുന്നു കേട്ടോ. ഇതാ ഞാൻ പോണ് അതുവഴി നടന്നു പോയി. ഞാൻ കളി മറന്നുപോയി ഗൈസ് പെട്ടെന്ന്. പോയി എന്നെ ഒറ്റയടിക്കാൻ താന്ന്. ഇനി ഗൈസ് നമുക്ക് കുറച്ച് കൊച്ചു വർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കാം ഗൈസ്. ഇത് കളിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കും. അപ്പം ഞാൻ കുറച്ച് കൊച്ചു വർത്താനം പറയാം. നിങ്ങൾ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഗൈസ്? മഴയുണ്ടോ ഗൈസ്? മഴയുണ്ടൊക്കെ ഇട്ടു കമൻറ്റ്. എൻ്റെ പൊന്നോ, ഈ ഗെയിം വിഷയം മാറ്റിയിട്ട് എന്നെ ഇട്ട് പണിഞ്ഞോണ്ടിരിക്കുക. അപ്പം ഗൈസ്, നമ്മൾ ഇന്ന് ഒരു തീരുമാനം എടുക്കുന്നു. ഈ ഗെയിം ഇപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും. ഇത് എൻ്റെ കോൺഫിഡൻസിൽ ബാധിക്കുന്ന വിഷയമാണ് ഗൈസ്. ഇനി ഞാൻ ഇത് ഫിനിഷ് ചെയ്യാതെ ഇനി ഞാൻ പോവില്ല ഗൈസ്. ചാടി ഫിനിഷ് കഴിഞ്ഞാൽ ഇനി ആരാ എൻ്റെ തടയാൻ വരുന്നതെന്ന് എനിക്ക് കാണണമല്ലോ. കണ്ടോ ഗൈസ്, ചാലഞ്ച് എന്ന് പറഞ്ഞ ചാലഞ്ച് ഏറ്റെടുത്താൽ പിന്നെ പിന്മാറുന്ന പ്രശ്നമില്ല ഗൈസ്. ഇനി ചാടി ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമുള്ള ഗൈസ് ആണ്. ഞാൻ ഫിനിഷ് ചെയ്തിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. പറഞ്ഞു ഞാൻ താഴെ എത്തി ഗൈസ്. എന്തായാലും നമുക്ക് വീണ്ടും ചാടി മേലെ എത്തും. എന്തായാലും ഞാൻ ഇതെന്തായാലും ഫിനിഷ് ചെയ്തിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് എഴിക്കുന്നുള്ളൂ ഗൈസ്. ഇനി എന്തൊക്കെ വന്നാലും ഇങ്ങനെ ചാടി യെസ് ഗൈസ്. പക്ഷെ ഇവിടുത്തെ ഡോർ കാണാനില്ല ഗൈസ്. നമ്മൾ കുറേ ദൂരം ഇതേപോലെ പോകണമെന്നാണ് തോന്നുന്നത്. ഉണ്ടെന്ന് ഡോറിൻ്റെ കാര്യം പറഞ്ഞു. ദാദാ ഒറ്റയടിക്ക് ഞാൻ താഴെ എത്തി ഗൈസ്. എൻ്റെ പൊന്നോ, മേലോട്ട് എത്താൻ പറ്റണ പാട്. എൻ്റെ പൊന്നോ, താഴെ പോകുമ്പോലെ മേലെയും ചെന്നിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. എനിക്ക് വയ്യ. എന്തായാലും ഞാൻ ഇതിപ്പോൾ ഫിനിഷ് ചെയ്യും ഗൈസ്. ഇത് എൻ്റെ വിഷയമാണ്. ദിസ് ഈസ് ദ മൈ. എന്ത് കഷ്ടപാടേ. ഞാൻ ഇത് ചാടി പോവാനും പറ്റുന്നില്ല. ചാടി
എൻ്റെ പൊന്നെ ഈ ലെവലും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ലാസ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നോ, ഞാൻ ഒന്ന് കോൺസെൻട്രേഷനായിട്ട് ചെയ്യാം ഗൈസ്. അതൊക്കെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ജയിക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഇവിടം വരെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. യെസ്, ഈസി. നമ്മളിനി അവിടെ അങ്ങ് ചാടി ഇങ്ങോട്ട്. അത് ഇച്ചിരി ഇതായിരുന്നു. ഉമ്പച്ചി ഇത് എന്തുവാടേ, ഭയങ്കര ഉടായിപ്പാ കേട്ടോ ഈ ഗെയിം. പോണ് ഞാൻ വീണ്ടും താഴെ. ഗെയിം ഭയങ്കര ഉടായിപ്പാ ഗൈസ്. ഞാൻ എന്തായാലും സർവൈവ് ചെയ്തിട്ടുണ്ട് ഈ ഗെയിം. ഇതിന് എങ്ങനെയാ? നമ്മൾ തോഴ എടുത്ത് ചാടി ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ ചാടി മണ്ടയിൽ എത്തണമെന്ന് തോന്നുന്നു. എന്നാൽ നേരത്തെ അങ്ങ് കുറച്ചുകൂടി മണ്ടയിൽ എത്തിയാൽ പോരാ. എടാ, നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണമായിരുന്നു ഗൈസ്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കണമായിരുന്നു. അപ്പം അടുത്ത് റൈറ്റ് ആണോ ഗൈസ്? നോക്കട്ടെ. റൈറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. റൈറ്റ്. അടുത്ത് നമുക്ക് ലെഫ്റ്റ്. എന്നെ ഇടിച്ച് തള്ളിയിട്ടാ. എൻ്റെ പൊന്നോ, ഞാൻ വീണ്ടും വന്ന താഴെ ചെന്ന് ഗൈസ്. ഞാനും കുഴപ്പമില്ല, ഞാൻ കയറും ഗൈസ്. ഇത് ഞാൻ ഫിനിഷ് ചെയ്യും. ലെവൽ ആദ്യമായി ഫിനിഷ് ചെയ്യാൻ പോകുന്നു ഞാൻ. ലെവലിൻ്റെ പുതിയ അപ്ഡേറ്റാണ് ഗൈസ് ഇത്. അതിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴല്ല കുറച്ചും കൂടി ഇത്രയും ലെവൽ വന്നു. ആദ്യം ഇത്രയും ലെവലില്ലായിരുന്നു. ഞാൻ പണ്ടൊരിക്കൽ കളിച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ആദ്യം ഇത്രയൊന്നും ലെവലില്ലായിരുന്നു. ഇപ്പോഴല്ല പുതിയ ഇതൊക്കെ വന്ന. പിന്നെ ഇതിൽ സീക്രട്ട് ലെവലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുക ഗൈസ്. നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല സീക്രട്ട് ലെവൽ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ സെറ്റാക്കാം സീക്രട്ട് ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും മേലെ ചെന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ കുറേ തവണ താഴെ പോയി, എന്നാലും വിഷയമില്ല. നമ്മളിപ്പോൾ വീണ്ടും കയറുന്നു. അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ മനസ്സിലായി ഗൈസ്, എന്നെ ഇത് ഇടിച്ച് തള്ളി ഇടുന്ന. ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കേ ഗൈസ്. ഞാൻ അത്രയും മേലെ വീണ്ടും താഴെ ചാടണേ. ഇപ്പം എത്ര സമയമായിന്നറിയാം. ഞാൻ ഇപ്പം ജയിക്കേണ്ട സമയമായി. അവിടെ ട്രാപ്പായിരുന്നു. ഞാൻ വിചാരിച്ച എന്നെ മേലോട്ട് കൊണ്ടുപോകുന്നു, നേരെ താഴോട്ടാണ് കൊണ്ടിട്ടത് ഗൈസ്. ഇതെന്തായാലും കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഞാൻ ഇതിൽ ഔട്ടായാൽ എനിക്കിനി വയ്യ വീണ്ടും താഴെ പോവാൻ. ഇതൊരു ടവറിൻ്റെ അത്രയും ഉണ്ട് ഗൈസ്. കയറി നോക്കാം. ഓക്കെ സെറ്റ്. ഇവിടെ ഇങ്ങനെയല്ല ഗൈസ്, ട്രാപ്പില്ല. ഞാൻ വിചാരിച്ച ട്രാപ്പ് ഉണ്ടെന്ന്. നോക്കട്ടെ. ഇവിടെ ട്രാപ്പ് ഇല്ലായിരുന്നു ഗൈസ്, അത്രേ ഉള്ളായിരുന്നു. ഞാൻ ഇവിടെ ട്രാപ്പ് ഉണ്ടെന്ന് വിചാരിച്ച്. ഇതാ ഗൈസ് നമ്മുടെ ബോസ് ലെവല്. ഈ ലെവലും കൂടി ഫിനിഷ് ചെയ്താൽ നമ്മൾ ഈ ഗെയിം ഫിനിഷ് ചെയ്ത്. എന്തായാലും ഞാൻ ഇത് ഫിനിഷ് ചെയ്യും ഗൈസ്, നിങ്ങൾ കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫിനിഷ് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അടിച്ച് വിടുക ഗൈസ്. നമ്മൾ റോഡ് ടു 100K ആണ്. അപ്പോൾ ഡു സപ്പോർട്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇവിടം വരെ എത്തിയത് ഗൈസ്. എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാനായി ഗൈസ്. അത് ഇപ്പോൾ ചോടി ഡോറ് കണ്ടില്ല ഗൈസ്. ഏറ്റവും മണ്ടയിലാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഡോർ. കണ്ടോ, ഇനിയും മേലോട്ട് നമുക്ക് പോകാൻ കാണിച്ചിട്ടുണ്ട്. അത് ട്രാപ്പായിരുന്നടാ. അതിന് വിഷയമില്ല, നമ്മളിവിടെ തന്നെ നേരെ വന്ന് വീണ, അതുകൊണ്ട് വിഷയമില്ല. നമ്മൾ വീണ്ടും പഴയ സ്ഥലത്തോട്ട് എത്താനായി ചാടി. പക്ഷെ ഇവിടെ വന്നും ട്രാപ്പ് വെച്ചിട്ടില്ല. അവിടെ ലാസ്റ്റ് കൊണ്ടാണ് അവൻ ട്രാപ്പ് വെച്ചത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് എൻ്റെ ട്രിക്ക്? ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും എനിക്ക് തോന്നുന്നു അവിടെ പയ്യെ ഒന്ന് ബാലൻസ് ചെയ്ത് നിന്നാൽ മതി ഗൈസ്. അപ്പോൾ ഒന്നും കൂടി ട്രിക്ക് കാണിക്കുന്നു. ഓക്കെ ഇപ്പം ഞാൻ കയറും ഗൈസ്. എൻ്റെ പൊന്നോ, ഞാൻ ചാടിയത് പവർ കൂടിപ്പോയി ഗൈസ്. ഞാൻ അപ്പുറത്തുകൂടി പ്രസ് ചെയ്താ ചാടിയത്. ഇതെന്നെ തേച്ച്
ഈ ഗെയിം ആകെ ഭയങ്കര വിഷയമാണ്. ഒടുക്കത്തെ ഹൊറർ ഗെയിമിന് പോലും ഇല്ല ഇത്രക്ക് ഇത് കളിക്കാൻ. ഈ ഗെയിം വെച്ച് നോക്കുമ്പോൾ ഹൊറർ ഗെയിം ഒന്നും അല്ല ഗൈസ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല ഇതെന്ത് പാട് പിടിച്ച പരിപാടിയാ. നോക്ക്, ഞാൻ ചാടി വീണ്ടും എത്തിയിട്ടുണ്ട് ഇവിടെ. വീണ്ടും എത്ര നേരം കൊണ്ട് ഇവിടെ തന്നെ ഞാൻ നിൽക്കുക. നോക്കട്ടെ, ഈ തവണ ഞാൻ ചാടും. ഓ ഓ ഈ ഗെയിം എന്നെ തള്ളിയിട്ട് വീണ്ടും വീണ്ടും ഞാൻ എന്ത് കഷ്ടം ചെയ്ത് ഈ ഗെയിമിൻ്റെ അടുത്ത്. എത്ര നേരം കൊണ്ട് കളിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഈ ഗെയിം കളിച്ച് ഇപ്പം ഞാൻ കുറെ സ്കില്ല് പഠിച്ച് അത്ര മാത്രം. പക്ഷേ ഈ ഗെയിം നല്ലത്. ഈ ലെവൽ ഗെയിമൊക്കെ അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ചിന്തിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇനി ഇവിടെ റെയിൽവേ പാലം പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. വരല്ലേ മോനി, അത് നിൽക്കേ. ഉയ്യോ, അവിടെ ആ സാധനം ഉണ്ടായിരുന്നു. എടാ, ഞാൻ വീണ്ടും താഴെ വന്ന് ഏറ്റവും താഴെ പോവാത്ത ഭാഗ്യം. അയ്യോ പോവല്ലേ, പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇപ്പം താഴെ പോയേനാ. എൻ്റെ പൊന്നോ, ഞാൻ ഈ സ്റ്റേജ് ഞാൻ വീണ്ടും താഴെ എത്തി ഗൈസ്. എൻ്റെ പവറൊക്കെ പോയി. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പവറിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ തരണം. നിങ്ങൾക്കറിയാമല്ലോ, ലൈക്ക് അത് മാത്രം ഇട്ടാൽ മതി. ഞാൻ കുതിച്ച് കയറും ഗൈസ്. കണ്ടില്ലേ കുതിക്കുന്നത് ഞാൻ. അയ്യോ, ഞാൻ ഇപ്പം അവിടെ കൊണ്ട് ചാടിക്കൊടുത്തേനാ. എന്തായാലും ഞാൻ കുതിക്കുന്നു. ചതി, ഞാൻ നേരെ താഴെ എത്തി. എനിക്കിനി വയ്യ കളിക്കാൻ. ഞാൻ പോവാ ഗൈസ്. ഞാനിതെന്ത് കഷ്ടം ചെയ്തേ. ഞാൻ വീണ്ടും താഴെ എത്തി ഗൈസ്. ഞാൻ ഇനി വീണ്ടും അവിടെ നിന്ന് ചാടി മേലോട്ട് പോകണം. എനിക്ക് വയ്യ. ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കട്ടെ. നിങ്ങളതിനെ കണ്ടില്ല, ഞാൻ അത്രയും ചാടിയിട്ട് മണ്ടത്തരം കൊണ്ട് കാണിച്ചേ. എനിക്ക് വയ്യ. എത്ര തവണ ഞാൻ അവിടെ നിന്ന് ചാടി ഇവിടെ വീഴും, അവിടെ നിന്ന് ചാടി ഇവിടെ വീഴും. ഇതെൻ്റെ ലാസ്റ്റിലത്തെ ട്രൈ പോലെയാണ് ഗൈസ്. ഒരു 2 കളിയും കൂടി കളിക്കും. ഇത് ഞാൻ പിന്നെ ഇത് കളിക്കൂല ഗൈസ്. 2 തവണയും തോറ്റ. നോക്കിക്കോ ഗൈസ്, ശരിക്കും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നോക്കട്ട്, ഇവിടെ എവിടെയെങ്കിലും വീണാ സീനില്ല ഗൈസ്. ഏറ്റവും താഴെ പോയ ഭയങ്കര പാടാ തിരിച്ചു കയറി വരാൻ, ബാലൻസ് ചെയ്ത്. ഞാൻ വീണ്ടും ഈ പാലം പോലത്തെ സ്ഥലത്തെത്തി. ഇവിടെ ഇപ്പം മറ്റേ സാധനം വരും ഗൈസ്. ഓക്കെ, ചാടണമെന്ന് തോന്നുന്നു മുമ്പ്. ഓക്കെ, സെറ്റ്. ഇടോ താന്ന് എടാ, അപ്പോൾ നമ്മൾ അത് വരുമ്പോൾ തന്നെ അതെടുത്ത് ചാടണമെന്ന് തോന്നുന്നു ഗൈസ്. അത് വാ വന്നേ ഇങ്ങോട്ട്. എനിക്ക് അങ്ങോട്ട് പോവാനുള്ളേ, പെട്ടെന്ന് വാ. ഓക്കെ, സെറ്റ്. ഓക്കെ. തള്ളല്ലേ മോനെ, തള്ളല്ലേ മോനെ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇവിടെ തന്നെയില്ലേ ഞാൻ വീണത്. താഴെ പോയിരുന്നെങ്കിലും ഉള്ള സീന്. താഴെ പോകാത്തതുകൊണ്ട് വലിയ ഇതില്ല. അപ്പം നമുക്ക് വീണ്ടും ചാടി. ഞാൻ ചാടിയില്ല ഗൈസ്, ഞാൻ ഇറങ്ങുക ചെയ്ത. ഗെയിം എന്നെ ഒരു പരുവാക്കി ഗൈസ്. ഇനി ഞാൻ സ്പീഡ് കൊടുക്കാൻ പോവാ ഗൈസ്. ഇനി എനിക്ക് നേരെ മേലും കീഴും നോക്കാതെ ഞാൻ ചാടി. പോരോ, അത് മാറണ ഞാൻ അറിഞ്ഞില്ല ഗൈസ്. മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് എല്ലായിടത്തും ട്രാപ്പ് വെച്ചിരിക്കുക ഗൈസ്, ഓരോ സൈഡിലും. എൻ്റെ പൊന്നോ, ഇത് ഇച്ചിരി ഡിഫറെൻറ്റ് ലെവലാണ്. മറ്റേ കഴിഞ്ഞതിൻ്റെ പോലത്തെ ഒന്നുമല്ല, എല്ലാം ഡിഫറെൻ്റായിട്ട്. ഞാൻ വീണ്ടും അവിടെ തന്നെ മണ്ടത്തരം കാണിച്ച്. ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ മണ്ടത്തരം മൊത്തം കാണിച്ചു വയ്ക്കും ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വീണ്ടും വാ ഇങ്ങോട്ട് പെട്ടെന്ന്. ഇനി ഞാൻ ഇതിനെയും വിളിച്ചോണ്ട് വരണം. എൻ്റെ പൊന്നു, ആ കുഴിക്കകത്തോട്ട് താഴെ പോകാത്ത ഭാഗ്യം. എന്നെ തട്ടി ഇങ്ങോട്ട് ഇടുക അങ്ങനെ ഡയറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, ഇവിടം വരെ ഒരു സീനില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടം വരെ കഷ്ടപ്പെട്ട് എത്തി ഗൈസ്.
ഉടനെ അത് അപ്പടെ മൂവ് ചെയ്ത്. എന്തായാലും ഇവിടം കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഇവിടം വരെ എത്തിയല്ലോ. ഇത്രയും എടാ അവിടെ ട്രാപ്പായിരുന്നു. എടാ മോനെ പോവാതെ, ഇവിടെ ആള് വരാനുണ്ട്. അങ്ങ് പോവാ. അവനെ തള്ളി വിട്ടില്ല, ഞാനായിരുന്നെങ്കിൽ ഇപ്പം എന്നെ തള്ളിയിട്ടേനെ. എന്തായാലും ഇവിടം കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഇവിടം വരെ എത്തി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് അത് ട്രാപ്പൊന്നും വെച്ചില്ല, അത് നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വെച്ചിരുന്നത്. അതെന്തായാലും പൊളി ഗൈസ്. ഞാൻ വീണ്ടും താഴെ എത്തി. ഇവിടെ ഇനി അങ്ങനെ ചാടിപ്പോയി. ചെറുതാണ് ഗൈസ്. പോലെ മോനെ. എൻ്റെ പൊന്നോ, ഡയറക്റ്റ് കയറി എന്തായാലും. ഡോർ അവിടെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ സീന്. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നല്ല, കംപ്ലീറ്റ് ചെയ്തു ഗായ്സ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ സ്വർഗത്തെത്തി ഗായ്സ്. ഇനി ഇവിടെ എന്തോ കളി? എല്ലാം അടച്ചല്ലേ ഗൈസ്? എല്ലാം അടയ്ക്കണ്. ഇത് ഫിനിഷ് ആയതിൻ്റെ ഉള്ളതാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ താഴോട്ട് പോകണല്ലോ വീണ്ടും. ടു ബി കണ്ടിന്യൂഡ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ഇനി ഇതിൽ സീക്രട്ട് ലെവലുണ്ട്, അത് ഞാൻ ഉടൻ തന്നെ വരും. നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമൻറ്റ് മാത്രം ഇട്ടാൽ മതി. ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും. ബൈ.